അങ്ങനെ കുറേ നാൾക്ക് ശേഷം ക്യാമറ നോക്കി ആദ്യമായിട്ട് എഴുന്നേൽക്കുന്നത് ഇപ്പോഴാണ്, കുറേ നാൾക്ക് ശേഷം. സോ കിടന്നിങ്ങനെ ക്യാമറയിൽ നോക്കി കുറേ കോപ്രായങ്ങൾ കാട്ടി കുറേ നാളെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം. അങ്ങനെ ഇരിക്കെ ഇരുന്ന് ആലോചിച്ചു എന്ത് ചെയ്യാൻ പറ്റും. കുറേ നാളായിട്ടുള്ളൊരു ഹോബി സ്റ്റാർട്ട് ചെയ്യണം, പുതിയൊരു ഹോബി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു ഐഡിയയിലാണ്. അങ്ങനെ ആസ് യൂഷ്വൽ നേരെ കമ്പ്യൂട്ടർ തുറക്കുന്നു. കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ ഒരു RC കാർ, പണ്ട് മുതലുള്ള ഒരു ആഗ്രഹം ഒരു RC കാർ എടുത്തിട്ട് കുറേ മോഡിഫൈ ചെയ്ത് ഇങ്ങനെയൊക്കെ ഇറക്കിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ കുറേ വെബ്സൈറ്റ് കാര്യങ്ങളിലൊക്കെ നോക്കി. അപ്പം മനസ്സിലായി സ്മിത്ത് ടോയ്സ് എന്ന് പറഞ്ഞ ടോയ് ഷോപ്പും നമ്മുടെ നിയറസ്റ്റ് ഉണ്ട്. നേരെ വെബ്സൈറ്റിൽ കയറി നോക്കുന്നു. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കുറേ അതിക്ക് മുമ്പ് ഞാൻ റിസർച്ച് എടുത്തിട്ടുണ്ടായി കേട്ടോ, ഇത് വേറെ എവിടെയൊക്കെ കിട്ടുമെന്നുള്ളത്. നിയറസ്റ്റായിട്ട് 2 ഷോപ്പ്സ് കാട്ടി. അതിനകത്ത് ചെക്കൻ പിടിച്ച് നിൽക്കുന്ന ഈ ടോയ് കാർ അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി. ഞാൻ അവർക്ക് ഓൾറെഡി മെയിൽ അയച്ചപ്പോൾ ഓൾറെഡി പറഞ്ഞ് സാധനം ഉണ്ട്, വന്ന് റിസീവ് ചെയ്യാൻ പറ്റും. ഇന്നതൊക്കെയാണ് പ്രൈസ് എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി എല്ലാ ടോയ് ഷോപ്പിനേക്കാളും കുറവാണ്. ഇത് ഒരു ഹോബി ബ്രാൻഡായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു ടോയാണ്. അപ്പോൾ ജസ്റ്റ് ബിഗിനേഴ്സ് ടോയാണ് കേട്ടോ, ഭയങ്കര വലിയ സ്പെക്കും കാര്യങ്ങളുള്ളൊരു ടോയ് അല്ല. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നമുക്കിപ്പോൾ ആവശ്യങ്ങൾ നടന്നു പോകാൻ പറ്റുന്ന ഒരു ടോയാണ്. നേരെയും കുളിയും പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞു വീട്ടിൽ നിന്ന് അങ്ങനെ ഞാൻ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോൾ അവിടെ നമ്മുടെ ചെറുക്കൻ കിടപ്പുന്നുണ്ട്. നേരെ വണ്ടി എടുക്കുക, നേരെ ആദ്യം ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. കാരണം അവരോടും കൂടി സജഷൻ ചോദിക്കുന്നത് ഇപ്പോഴും നല്ലതാണ്, അല്ലെങ്കിൽ കൂട്ടത്തിലിട്ട് ആക്രമിക്കാൻ ചാൻസസ് കൂടുതലാണ്. സോ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ പോയി അവിടെ ഒരു വ്ളോഗ് ചെയ്യണ എൻ്റെ ഒരു ട്രെയിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയി കുറേ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇത് കഴിഞ്ഞില്ല, ഇത് കുറേ എന്ത് വെറുപ്പിക്കലെന്ന്. ശരിയാണ്, വെറുപ്പിക്കണം എനിക്കും തോന്നി. അതുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. സോ നേരെ ഫ്രണ്ട്സിൻ്റെ അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് നേരെ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിലേക്കാണ് ഈ പോകുന്നത്. ട്രെയിൻ ആൻഡ് ടോയ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ RC കാറൊന്നും കണ്ടില്ല, പക്ഷേ ചെറിയ സ്കെയിലുള്ള കാറുകൾ, ഷോപ്പീസ് കാറുകളും ട്രെയിനുകളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റും. സോ ഗൈസ്, ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. നമുക്ക് വേണ്ട RC കാർസ് ഇല്ല. ഇവിടെ എയറോപ്ലെയിനും പറയണ വലിയ ഹൈ എൻഡ് സാധനങ്ങളൊക്കെയാണ് കൊണ്ടിരിക്കുന്നത്. അത് RC ടൈപ്സ് കാർസ് അല്ല ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് എന്താ പറയുക, ഞാനൊരു ക്രൗളർ അങ്ങനത്തെ ഒരു ബോഡി ഇതുള്ള RCയുടെ ഒരു മോഡലാണ് നോക്കിയത്. പക്ഷേ ആ മോഡൽ അവിടെ ഇല്ല. സോ അങ്ങനെ ഞാൻ സ്മിത്ത് ടോയ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് കടയിൽ ചെന്ന് ആദ്യം വന്ന കയറിയ എൻട്രൻസിൽ തന്നെ നമ്മുടെ വണ്ടി കണ്ട്. വണ്ടിയൊക്കെ തൊട്ട് നോക്കി, മെറ്റൽ ബോഡിയും കാര്യങ്ങളാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് അവിടെ വണ്ടി. പിന്നെ അടുത്തുള്ള കുറേ ടോയ്സ് ഞാൻ കാണാൻ പോയി. അവിടെ കുറേ കാറുകളുടെ സെക്ഷൻ ഇഷ്ടംമാരെ വണ്ടികളുണ്ട്, ഏതുവേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ എൻ്റെ കണ്ണിൽ കുടുങ്ങിയ വണ്ടി എന്ന് പറഞ്ഞാൽ കാണുന്ന ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഈ സംഭവമാണ്.